Dear students, we will move on to the last physiological chapter, that is chemical coordination and integration. തൊട്ട് മുമ്പുള്ള ചാപ്റ്റർ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ചെറിയ പോർഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഒരു പോർഷൻ ദാറ്റ് ഐ വിൽ ടേക്ക് യു നെക്സ്റ്റ് ടൈം. ഓക്കെ, കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിരുന്നു, ബോഡിയിൽ രണ്ട് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സിസ്റ്റം ഉള്ളത്. അതിലൊന്നാണ് നെർവസ് സിസ്റ്റം, രണ്ടാമത്തത് എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ സിസ്റ്റം. അന്തസ്രാവി ഗ്രന്ഥികൾ എന്നൊക്കെ നിങ്ങൾ ഓവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം, അന്തസ്രാവി ഗ്രന്ഥികൾ. It includes endocrine glands and their secretions, hormones, right? Hormones are non-nutrient chemicals that act as intercellular messages and are produced in trace amount. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഇത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, അത് സെല്ലുകൾ തമ്മിലുള്ള ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സാണ്. അത് നോൺ ന്യൂട്രിയൻറ്റും കൂടിയായിട്ടുള്ള സാധനമാണ്. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, തൈമസ് ഗ്ലാൻഡ്, ആഡ്രിനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ് ഗ്ലാൻഡ് ആൻഡ് ഗൊണാഡ്സ്. ഇത്രയാണ് വരുന്നത്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. സോ ആദ്യത്തേത് ഏറ്റവും വലിയ ഗ്ലാൻഡാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയപ്പെടുന്ന, ഏറ്റവും വലിയ മീൻസ് ഏറ്റവും പ്രധാനമുള്ള ഗ്ലാൻഡാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിനെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രെയിൻ്റെ സ്ട്രക്ചറിലൊക്കെ. ന്യൂറോ സെക്രട്ടറി സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് സെക്രേറ്റ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്. 3 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിലീസിങ് ഹോർമോൺസ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. Then hypothalamus releasing hormones stimulate secretions of pituitary hormones. For example, gonadotropin releasing hormone GnRH stimulate the release of gonadotropin from pituitary. Okay, gonadotropin releasing hormone, it is a releasing hormone. അതെന്താ ചെയ്യുന്നത്? ഗൊണാഡോട്രോപ്പിൻ ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കും. മറ്റൊന്ന് ഇൻഹിബിറ്ററി ഹോർമോൺസ് ആണ്. ഇൻഹിബിറ്റ് ദ സെക്രീഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. ഇത് ഹൈപ്പോതലാമസിൻ്റെ കൺട്രോൾ മാക്സിമം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുകളിലാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകളെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നു. ഓക്കെ, ഇൻഹിബിറ്ററി ഹോർമോൺസ്. ദെൻ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ദീസ് ആർ ട്രാൻസ്പോർട്ടഡ് ആക്ഷൻലി ആൻഡ് സ്റ്റോർഡ് ഇൻ പിറ്റ്യൂട്ടറി. ഈ രണ്ട് ഗ്ലാൻഡുകൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബോണി ക്യാവിറ്റി കോൾഡ് സെല്ലാം ടെർസിക്ക. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഹൈപ്പോതലാമസ് ബൈ എ സ്റ്റോക്ക്. ഹൈപ്പോതലാമസിൻ്റെ അടിയിൽ കാണുന്ന ഒരു ഗ്ലാൻഡാണ് പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് ഹൈപ്പോതലാമസുമായിട്ട് ഒരു ചെറിയ ഗ്ലാൻഡ് വഴി, അതുപോലെ തന്നെ പോർട്ടൽ ബ്ലഡ് വെസൽ വഴി കണക്ട് ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ, അതിന് മുമ്പേ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ട്രക്ചർ നമുക്ക് കാണാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രധാനമായിട്ടും 2 പാർട്ട് കാണാൻ സാധിക്കും. പാർട്സ് ഓഫ് പിറ്റ്യൂട്ടറി, വൺ ഈസ് കോൾഡ് അഡിനോ ഹൈപ്പോഫൈസിസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, ദെൻ ന്യൂറോ ഹൈപ്പോഫൈസിസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഇതിൻ്റെ ഇടയിലൊരു ഇൻ്റർമീഡിയറ്റ് ലോബ് കൂടി ഉണ്ട്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, അഡിനോ ഹൈപ്പോഫൈസിസ്. ഈ അഡിനോ ഹൈപ്പോഫൈസിൽ 2 പോർഷൻസ് ഉണ്ട്, പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇൻ്റർമീഡിയ. ഓക്കെ, ഈ ചുരുക്കി പറഞ്ഞ 3 പാർട്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പാർ ഡിസ്റ്റാലിസ്, പാർസ് ഇൻ്റർമീഡിയ, ദെൻ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. പാർ നെർവോസ, പാർ ട്യൂബുലാരിസ്, പാർ ഡിസ്റ്റാലിസ്, പാർ ഇൻ്റർമീഡിയ. ദെൻ ആദ്യത്തെ പാർ ഡിസ്റ്റാലിസ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഫോളോയിങ് ഹോർമോൺസ്. ഒന്ന് സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസ്, പ്രൊലാക്റ്റിൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്, അഡ്രിനോകോർട്ടിക്കോട്രോപ്പിൻ ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദെൻ ല്യൂറ്റിനൈസിങ് ഹോർമോൺ. ഇത് വൃത്തിയായിട്ട് പഠിക്കണം, ഹോർമോൺസിൻ്റെ പേരുകൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആൻറ്റി പിറ്റ്യൂട്ടറിൽ സൊമാറ്റോട്രോപ്പിക് ഹോർമോൺസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ കോസസ് ജൈജാൻറ്റിസം, അമിതമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നു, ജൈജാൻറ്റിസം, അബ്നോർമൽ ഗ്രോത്ത്. ഇനി ഹൈപ്പോ സെക്രീഷൻ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഡോഫിസം, കുള്ളന്മാരായിട്ട് മാറും.
ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ സൊമാറ്റോട്രോപ്പിക് അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസ്, ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ്, അക്രോമെഗലി എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകും. ഓവർ സെക്രീഷൻ നേരത്തെ പറഞ്ഞത്, അതായത് വളർച്ച പൂർത്തിയായിട്ടുള്ള അഡൾട്ടായിട്ടുള്ള ആൾക്കാരിൽ, മുതിർന്ന ആൾക്കാരിൽ പിന്നെ ഗ്രോത്ത് ഹോർമോൺ ആവശ്യമില്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ് പ്രൊഡ്യൂസസ് അക്രോമെഗലി എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് കാരണമാകും. ഓക്കെ. ദെൻ ആൻറ്റി പിറ്റ്യൂട്ടറിയിലെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ റിപ്രൊഡക്റ്റീവ് ഹോർമോണാണ്, റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് മിൽക്ക് പ്രൊഡക്ഷൻ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് stimulate the secretion of thyroid hormones from the thyroid gland. Then adrenocorticotropic hormones stimulate the synthesis and the secretion of steroid hormones from adrenal cortex. Pituitary gland follicle stimulating hormones FSH, നിങ്ങൾ അടുത്ത വർഷം റിപ്രൊഡക്ഷൻ എന്ന് ചാപ്റ്റർ അത് വൃത്തിയായിട്ട് പഠിക്കും. സ്റ്റിമുലേറ്റ് ദ ഗൊണാഡൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റിപ്രൊഡക്ഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടെസ്റ്റിസ് ഓവറി അതിനകത്തുനിന്ന് ഗമീറ്റുകൾ ഉണ്ടാക്കാൻ അത് പ്രേരിപ്പിക്കും. ഇൻ മെയിൽസ് FSH ആൻഡ് ആൻഡ്രോജൻസ് റെഗുലേറ്റ് സ്പേം ഫോർമേഷൻ. ഇൻ ഫീമെയിൽ FSH സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് അല്ലെങ്കിൽ ഓവർ. ദെൻ ലൂട്ടനൈസിങ് ഹോർമോൺ, അത് ശരിക്കും ഓവുലേഷന് കാരണമാകുന്ന ഹോർമോണാണ് ലൂട്ടനൈസിങ് ഹോർമോൺ. LH എന്ന് പറയുന്ന ഹോർമോൺ ഓവുലേഷന് കാരണമാകുന്ന ഹോർമോണാണ് കൂടുതലായിട്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഇൻ്റർമീഡിയ എന്ന് പറയുന്നത് മധ്യഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ലോബ്. ഇൻ ഹ്യൂമൺ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് മെർജ്ഡ് വിത്ത് പാർസ് ഡിസ്റ്റാലിസ്. ഇറ്റ് പ്രൊഡ്യൂസസ് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ്, അതാണ് ഹോർമോൺ, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് മെലാൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുന്ന, പിഗ്മെൻറ്റേഷൻ സഹായിക്കുന്ന ഹോർമോണുകളാണ്. ഓക്കെ. ദെൻ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ന്യൂറോ ഹൈപ്പോഫൈസിൽ രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകൾ സ്റ്റോർ ചെയ്യണത്, ഒന്ന് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്രസവവുമായി ബന്ധപ്പെട്ടതാണ്. കോൺട്രാക്ട് ദ സ്മൂത്ത് മസിൽസ് ഓഫ് ദ യൂട്രസ്. ഇൻ ഫീമെയിൽ സ്റ്റിമുലേറ്റ് ദി കോൺട്രാക്ഷൻ ഓഫ് ദ യൂട്രസ് അറ്റ് ദ ടൈം ഓഫ് ദ ചൈൽഡ് ബർത്ത് ആൻഡ് മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്. പ്രസവം വൈകിയാലൊക്കെ ഓക്സിറ്റോസിൻ കുത്തിവെച്ചിട്ടാണ് പിന്നെ പ്രസവവേദനയ്ക്ക് ഉണ്ടാക്കുക. ഓക്കെ. ഓക്സിറ്റോസിൻ. വാസോപ്രസിൻ എന്ന് പറയുന്നത് നമ്മുടെ ADH എന്ന് പറയുന്ന ഹോർമോണാണ്. ആൻറ്റി ഡയോററ്റിക് ഹോർമോണാണ്. നമ്മൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിൻ്റെ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. സ്റ്റിമുലേറ്റ് ദി റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ DCT, ഓർക്കുന്നുണ്ടാവും, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾസ് ഓഫ് ദ കിഡ്നി ആൻഡ് ദർ ബൈ റെഡ്യൂസസ് ഡയൂറസിസ്. ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. ഡയൂറസിസ് അതിനെ കുറക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ഡെഫിഷ്യൻസീസ് ഓഫ് ദ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ റിസൾട്ട് ഇൻ ദ ഡിമിനിഷ്ഡ് എബിലിറ്റി ഓഫ് ദ കിഡ്നി ടു കൺസേർവ് വാട്ടർ, ലീഡിങ് ടു ദ വാട്ടർ ലോസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ശരീരത്തിൽ അമിതമായിട്ട് വെള്ളം നഷ്ടം ഉണ്ടാകും മൂത്രത്തിലൂടെ. ദറ്റ് കേസ് ഈസ് കോൾഡ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയും. ഓക്കെ. തലച്ചോറിലെ മറ്റൊരു ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ്. തലച്ചോറിൽ 3 പ്രധാനപ്പെട്ട ഗ്രന്ഥികളുള്ളത്. ഒന്ന് ഹൈപ്പോതലാമസ്, മറ്റൊന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദെൻ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് ഈസ് ദ സ്മോളസ്റ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ് located on the dorsal side of the forebrain. It secretes melatonin. പീനിയൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ പേര് മെലാറ്റോണിൻ. ഫങ്ഷൻസ് ഓഫ് മെലാറ്റോണിൻ അത് നമ്മുടെ തലച്ചോറിനകത്തുള്ള എന്താ പറയുക ഒരു ക്ലോക്കായിട്ട്, ബയോളജിക്കൽ ക്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നു. ബയോളജിക്കൽ ക്ലോക്ക് റെഗുലേറ്റ് ഡയേണൽ 24 hour റിഥം ഓഫ് ദ ബോഡി. നമ്മൾ രാത്രി ഉറങ്ങുന്നു, പകൽ ആക്റ്റീവ് ആവുന്നു. ഈ ഫിനോമിനയൊക്കെ സഹായിക്കുന്നത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തെയും പിഗ്മെൻറ്റേഷനെയും ഒക്കെ സഹായിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ലാർജസ്റ്റ് ഗ്ലാൻഡ് ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് തൈറോയിഡ് ഗ്ലാൻഡ്. എൻ്റെ പൊസിഷൻ കാണാം. തൈറോയിഡ് ഗ്ലാൻഡ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് largest endocrine gland. It includes 2 lobes located on the either side of the trachea. ശ്വാസനാളത്തിനപ്പുറപ്പുറമുള്ളത്. These lobes are interconnected with the isthmus, a connective tissue. Thyroid gland is composed of follicles and stomal tissues. Folliclesum stomal tissuesum കൊണ്ടാണ് thyroid gland നിർമ്മിച്ചിരിക്കുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഫോളിക്കിൾ സെൽസ് ആർ സെക്രീറ്റ് ദ ഫോളോയിങ് ഹോർമോൺസ്. 2 പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൺ ഈസ് കോൾഡ് തൈറോക്സിൻ. 2 ഉണ്ടത് ടെട്രാ അയഡോതൈറോണിൻ, ദെൻ ട്രൈ അയഡോതൈറോണിൻ. ഒന്നാമത്തിൽ 4 പിന്നെ അയഡിൻ തന്മാത്രകൾ ഉണ്ടാകും, രണ്ടാമത്തിൽ 3 അയഡിൻ തന്മാത്രകൾ ഉണ്ടാകും. പിന്നെ തൈറോ കാൽസിറ്റോണിൻ. തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ പ്രൊഡ്യൂസ്ഡ് ബൈ ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. തൈറോക്സിൻ എന്ന് പറയുന്നത് ഫങ്ഷൻ
റെഗുലേറ്റ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR, ബേസൽ മെറ്റബോളിക് റേറ്റ്. അത് പേര് ഓർക്കുമ്പോൾ തന്നെ പിന്നെ ഹോർമോണിൻ്റെ പേര് ഓർക്കുന്നത്. ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. Thyroxine functions regulate the basal metabolic rate, physical, mental and sexual development, support the RBC formation, control the metabolism, maintain the water electrolyte balance. ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻ നിർമ്മിക്കുന്ന സാധനമാണ് തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്രിയേറ്റ് ലോങ് പ്രോബ്ലംസ്. രണ്ട് തരം ഹോർമോൺസ് ആണല്ലോ തൈറോക്സിൻ, T4 T3. ഓക്കെ, നേരത്തെ പറഞ്ഞത്. കാൽസിറ്റോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോട്ടീൻ ഹോർമോൺ, റെഗുലേറ്റ് ലോവർ ദ ബ്ലഡ് കാൽഷ്യം ലെവൽ. ബ്ലഡിൽ നിന്നും കാൽഷ്യം അയോണുകളെ എടുത്തിട്ട് ബോണിലേക്കും ടീത്തിലേക്കും എത്തിച്ച് ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറക്കലാണ് കാൽസിറ്റോണിൻ്റെ ജോലി. ഓക്കെ, തൈറോയ്ഡ് ഗ്ലാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ ഉണ്ടാകും. ഓക്കെ, പ്രത്യേകിച്ചും അയഡിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ അയഡിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ട ഇങ്ങനെ വീങ്ങി നയിക്കണം സാധിക്കും. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഗോയിറ്റർ. Adult woman, it causes irregular menstrual cycle. Hypothyroidism causes pregnancy, effect of the babies causing different problems. Then hyperthyroidism, തൈറോയിഡിൻ്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ക്യാൻസർ കൊണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അവിടെയുള്ള അളവ് കൂടിക്കഴിഞ്ഞാൽ ദറ്റ് ക്രിയേറ്റ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് കാണാം ഇവിടെ എക്സോഫ്താൽമിക് ഗോയിറ്റർ, ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നതിന് കൂടിക്കഴിഞ്ഞാൽ എക്സോഫ്താൽമിക് ആണ്, കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളിയതുപോലെ തോന്നും, ഗ്രേവ്സ് ഡിസീസ്. സിംറ്റംസ് എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്, പ്രൊട്രൂഷൻ ഓഫ് ഐബോൾസ്, ഇങ്ങനെ ഐബോൾസ് പുറത്തേക്ക് തള്ളിയതുപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻക്രീസ്ഡ് BMR, ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആയിരിക്കും. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാരാതൈറോയ്ഡ് ഹോർമോണും പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണാണുള്ളത്. അത് കാൽസിറ്റോണിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. കാൽസിറ്റോണിൻ ബ്ലഡ് കാൽസ്യത്തിൻ്റെ അളവ് കുറക്കുകയാണെങ്കിൽ പാരാതെർമോൺ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുക.